Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். ഞാൻ അയച്ചാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ മുറ്റത്തേക്ക് ഒരു തുപ്പ ചില അലവലാതി പെണ്ണുങ്ങളുടെ കൂട്ട്. ആ തന്ത കുടിച്ച് മലക്കം പറഞ്ഞതിന് അതിന് ഞങ്ങൾക്ക് അജീത്ത. അതിനിപ്പോ എന്തിനാ ഇത് വലിച്ചു തരണാവോ? ഒന്ന് ചുമ്മാരിടോ. അപ്പു മാഷ് ഇയാളെ സ്കൂളിലെ സ്കൂൾ മാഷൊന്നും അല്ല, കുട്ടികളെ എഴുത്തിനിരുത്തും, അതുകൊണ്ട് വിളിക്കുന്നതാ. പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തില് വേഷക്കാരനായിരുന്നു. അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരത. അല്ല, അബദ്ധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം. നമസ്കാരം. ആ, മാമ്പറ്റ അപ്പു മാഷ് അല്ലേ? ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്തായി പറയണേ? ഇരിക്കൂ മാഷേ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. ആ, അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. ഓ, അതിനിപ്പോ പേരുകേട്ട കേമത്തികളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാ നടക്കും. അതൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. എന്താ മിടുക്കത്തിയുടെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഭാനുന്ന് വിളിക്കും. ഓ, നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം, അവളൊന്ന് എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേച്ചേ, ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെയാണ്. എന്നാ പിന്നെ വരേ. ഓ, മാഷ് ഒന്ന് എണീക്ക. ഇത് 5100 ഉറുപ്പിയുണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്. ആ, கொஞ்சம் டென்ஷனா போறாங்க. പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? അങ്ങനെ എന്റെ കുട്ടി പറയരുത്. ദരിദ്രനാ ഞാൻ. കാശിന് ഗത്യന്തരമില്ലാത്തവനാ. കൈ നീട്ടാനായി ഈ നാട്ടിൽ ഇനി ഒരാളും ബാക്കിയില്ല. എല്ലാം ശരിയാ. പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. എന്റെ മോള് ഭാനു, അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിവർന്ന് നടക്കാനാ ഞാനിപ്പോ നട്ടല് വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. അച്ഛാ, ഒന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കല്ലേന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ. അയാളുടെ കാര്യം കളയു കുട്ടി. ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾപെറ്റ കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടണ യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യാണെന്ന് കരുതണം. ചമയത്തിനും ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരിൽ ചെയ്തിരിക്കുക. അമ്പലത്തിൽ അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. ഓ, വരിക. இவர்தான் மியூசிக் நான் பயங்கர ரெஸ்பெக்ட் பண்ணுவாரே. വരിക, ഇതാ പത്തായപ്പേരിലേക്ക്. மியூசிக் மட்டும் தான் ரெஸ்பெக்ட் பண்றாரு. ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. மத்தவங்க எல்லாம் அடிச்சு துரத்துறாரு. കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? ഒന്ന് കാണട്ടെ കുട്ടിയെ. അസലായിരിക്കണം. ഇപ്പം അങ്ങനെ തന്നെ ആവണം. ഭാനുജി, ഞാൻ നീലകണ്ഠൻ. ഇങ്ങോട്ട് വാ കുട്ടി. എന്താ വിശേഷിച്ച് കാണാൻ? നീ ആ പൂവൊന്ന് വേറെ എടുത്തേ. നീലകണ്ഠൻ വിളിക്കുന്നു. എല്ലാരും പൂമുഖത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോ ഇതാണ് അപ്പു മാഷിന്റെ മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. എന്നാ തുടങ്ങല്ലേ? ഉവ്വ്. എന്നാ നേരം കളയാണ്ട് எனக்கு தெரியும். അമ്പലത്തിലല്ല. அப்படியா? ஏன்னா போன கோஷ்டி இப்படிதானே கூப்பிட்டு இங்க வந்து பாட வச்சாரு. ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം. പിന്നെ ഇവൾ അതിശയിച്ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? ச்சே, நான் வேற மாதிரி பிளாட் போட நினைச்சேன். അമ്പലത്തിലെ പാട്ടുപുര. ആ, പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട. കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. இப்ப வேற வழி இல்ல. கைகளை பார்க்க போகுது. ചതിയാണിത്. അതെ, ചതിയും കള്ളവും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്ന കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി. ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണേ. നിർബന്ധ ബുദ്ധി കാട്ടരുത്. പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇത് നടക്കേണ്ടത്. അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോലായാൽ മോളുടെ ഭാവിയെ കുറിച്ച് ആദ്യമുള്ള ഒരു അച്ഛൻ പറയുന്നതാണ്. പ്രസംഗിക്കണ്ട. ഭാവം വളരെ ചീത്തയാണ്. സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ? വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. 5100 ഉറുപ്പിക നിന്റെ തന്ത വാങ്ങിക്കൊണ്ട് പോയത്. അത് മുതലാക്കാതെ ഒന്നിനെ ഈ പഠിപ്പുരയ്ക്ക് പുറത്തേക്കാൻ വിടില്ല. ഇത് നീലകണ്ഠനാ. വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ. അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ലോട്ടില്ല താനും. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. എന്നാലും എന്റെ മോളെ. അച്ഛാ, கோட்மை. ഞാൻ തയ്യാറാണ്. അങ്ങനെ വഴിക്ക് വാ. കുറുപ്പേ, ആട്ടവിളക്ക് കത്തിക്ക. This is bad.
சுச்சுவேஷனுக்கு ஏற்ற மாதிரி பாட்டு பாடிட்டு இருக்காங்கன்னு நினைக்கிறேன். செம்மையா ஆடுறாங்கப்பா. ம். மோசமான ஆளா இருக்காரு இப்ப அவரு. கொஞ்சம் கஷ்டமா. யாருப்பா அவன் கீழே உருண்டு போயிட்டு இருக்கான்? ஆனா இது கொஞ்சம் ஈகோ ஹர்ட் தான் ஃபார் த டான்சர். லிரிக்ஸ் எல்லாம் வந்துட்டு ரொம்ப கொடூரமா இருக்கு. ஆஹா பீட்டை மாத்துறானே. ரொம்ப டென்ஷன்ல ஆட போறாங்கன்னு நினைக்கிறேன். இது சாமி வந்து திரிசூலத்தை எடுக்காம இருந்தா சரிதான். அதான் அவங்க ஆக்சுவலி பயங்கர கோவத்துல இருக்காங்க. கோயில வந்து 1000-2000 பேருக்கு முன்னாடி ஆட வேண்டிய டான்ஸை குடியார பசங்க முன்னாடி ஆட அதான் செம்ம கோவம். வச்சு குடி போதைக்கு ஆட்டம் கேட்குதாங்கிற மாதிரி அதை குடிச்சிக்கிட்டே வேற பார்த்துட்டு இருக்காங்கப்பா. மயங்கி எவ்வளோ போறாங்கன்னு நினைக்கிறேன். மயங்கி விட போறாங்களா இல்ல മതി മതി ഇത്രയും മതി. മിടുക്കി തകർത്ത് കളഞ്ഞു. வேற கொஞ்சம் டயலாக் இருக்குன்னு நினைக்கிறேன். ജയിച്ചു അല്ലേ? ഉവ്വ അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. நான் நினைச்சேன் എന്നെ വെച്ചിട്ടാണോ എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ ഞാനിതിവിടെ ഉപേക്ഷിക്കാണ് എന്നേക്കുമായി. ஓடு இதுக்கு நீ காரி மூஞ்சிலே துப்பிருக்கலாம். എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റ് വീഴുമ്പോ ഓർത്തോളൂ, അതൊരു പ്രളയത്തോളം പെരുകും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. இப்படி இப்பதான் தோணுதா? ബട്ട് ടു ലേറ്റ്. കുഴപ്പമായി. എന്താടോ കല്ലൻ ചാക്ക് സിയെ ചെറിയാൻ പൊക്കി. ആരോ ഒറ്റിയതാ. മഫ്തിയിലാ വന്നേ. സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നത്. ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലല്ലോ. വെറുതാ നീ SI മധുനെ ഒന്ന് വിളി. തല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞാനാ നീലാണ്ടൻ. SI അല്ലേ? ഉവ്വ. ഓഹോ സബ് ജയില. ശരി അങ്ങനെ ചെയ്യാം. റിമാൻഡില്ല, സബ് ജയില. അവിടെ വരെ പോണം. വണ്ടി റെഡിയാക്ക്. അവൻ കുറ്റമായിട്ടിരിക്കുക. ചതയ്ക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക. ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല. എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞോണ്ടായില്ലോ സാറേ. വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണി ആയിരുന്നല്ലോ. എന്താ വേണ്ട? 5 ലക്ഷം. அப்பா ഇതിലൊരു പേശല് വേണ്ട. എന്റെ അളിയൻ വരും, തുക അവന്റെ കിട്ടണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞു ഞാൻ തടിയൂരി എടുക്കും. ஒண்ணுமே பண்ண முடியாது இப்ப. ஒருத்தருக்கு ஒருத்தர் அப்பா இருப்பாங்கல்ல. മുതലാളിക്ക് ഒരു തുകയാണോ? ഏറ്റു. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്. കള്ളപ്പന്നി. കള്ളപ്പട്ടി. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ? എങ്ങനെയെങ്കിലും തലയൂരി എടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. 5 ലക്ഷം മേലെടുത്തെ പറമ്പ് അല്ലേ വരേ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്താ കാശ് തരാണ്ടാവുക? ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഇപ്പൊ അവங்கிட்டே ഞാൻ പോറാന്ന് പണ്ടേ நினைக்கிறேன். പറയാറില്ലേ, നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ലാന്ന്. ഇപ്പൊ അനുഭവത്തിൽ വന്നില്ലേ? താൻ പുരാണം വിളമ്പാതെ പറമ്പിൽ ഒരാളെ പറയടോ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വാതുറക്ക്. ആളെന്ന് വെച്ചാ ஐயோ அவன் தான் மஸ்கட்ல நினைக்கிறேன். அதான். അവനോ? അതാ സത്യം. നാണക്കേട് ഓർക്കണ്ട. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ இப்பதான் அவசரப்பட்டு അവരെ பேசக்கூடாது. തന്നെ കാണാം. 5,000 കൊടുത്ത് അവங்கள லாக் பண்ணாங்கல்ல. അതാ 5 lakh ഇங்க லாக். സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. മനസ്സിലായി. വേറെ ഒരു വഴിയില്ല. இப்ப அவன் 1000 ரூபாய் எக்ஸ்ட்ரா கூட தர மாட்டான் சொல்லுவான் பராத்தி. அவன் 1000 ரூபாய் எக்ஸ்ட்ரா தரதான் சொன்னான். നമ്മുടെ കയ്യിൽ കുറവാ.
എനിക്ക് നിങ്ങളോട് ഒരു അലോഹ്യല്ല എന്നെ. നിങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചു എല്ലാം പടച്ചോന്റെ ഒരു കളി. എന്നാ ഞാൻ എന്റെ വില അങ്ങ് പറയാം. എന്താ വരേ? ഒരു 6 ഉറുപ്പ്യക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. சொன்னல വീരാൻകുട്ടി അത് വല്ലാണ്ട് കുറവല്ലേ? സെന്റിന് ഒരു... എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ കൈത്തരും. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത്... മുമ്പ് പറഞ്ഞാലേ നിങ്ങൾ മാറ്റിയില്ലേ? അതിൽ കൂടുതൽ വില ഞാൻ കാണുന്നില്ല. വരേ അത് ഉറപ്പിച്ചോളൂ. നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ വാപ്പാ അതിങ്ങോട്ട് എടുത്തോളി. Full cash ആ. അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. എഴുതിക്കിലും അളക്കിലും ഒക്കെ നമുക്ക് വഴിയെ നടത്താം. എന്താ വരേ? വാപ്പാ നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലങ്ങോട്ട് കൊടുത്തേക്ക്. அவர் ஏதோ மாங்காய் திருடினார் தானே அவரை அடிச்சு பிடிச்சி தாங்க மாட்டாரு. அவங்க ஃபேமிலிக்கான இது இருக்கும்ல. മേലെടുത്ത പറമ്പ് കയ്യിൽ നിന്ന് പോയിന്ന് വെച്ചാ വരുമാനത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു എന്നാ. ഏത് കണ്ണുപൊട്ടനും 10-12 രൂപ തരുന്ന വസ്തുവാ 6 രൂപയ്ക്ക് അവൻ തട്ടിയെടുത്തത്. പോട്ടെ വാരരെ, അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട്. വാരരെ, ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ. ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ. എന്നാ ഇനി ചിന്തിച്ച് ഞാൻ പ്രയാസപ്പെടണ്ട. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരോ ആയി പോവും. എങ്ങടാ മാഷേ? എങ്ങോട്ടും ഇല്ല. എന്നാ കേറാ. ഇല്ല, പോട്ടെ. അതെന്ത് പറച്ചില്ല മാഷേ? ഇങ്ങോട്ട് കയറൂന്നേ. വേണ്ട, എന്നെ വിട്ടേക്കൂ. ഇല്ല, തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേറിയില്ലേ നീലണ്ട പൊക്കിയെടുത്ത് சும்மா போறோம், எதுக்கு போறோம் இருக்குண்ணா? இங்க என்னாச்சு? മാഷില്ലേ? ആരാ? അർബൻ ബാങ്കിൽ നിന്നാ. റവന്യൂ റിക്കവറി കൊടുക്കാവുന്ന അവധിയെല്ലാം കഴിഞ്ഞു. ഇനി ആഹാ. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളോട് സഹകരിക്കണം. അത് അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്തപ്പോ... ഞങ്ങൾ അയച്ച രജിസ്റ്റർ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയതല്ലേ? ആ നിലയ്ക്ക് കാക്കേണ്ട കാര്യമില്ല. നിൽക്കൂ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഇപ്പോ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഉടനെ വരാം. മോളെ ശാരദ, ചേച്ചി ഇപ്പൊ വരാം. മാഷേ, അപ്പു മാഷേ, இந்த 5 லட்சத்தை கொடுத்து வீட்டை மிக்க போறோம். എങ്ങട്ടാ കുട്ടിയെ നട്ടുച്ചയ്ക്ക് വേണ്ടണേ? അച്ഛനെ കണ്ട ചോദിപ്പേ. മാഷ് മംഗലശ്ശേരിയിലെ വണ്ടിയിൽ പോണത് കണ്ടല്ലോ. ആക്ച്വലി அவங்க நல்லா டென்ஷன் ஆவாங்க. அங்க போய் குடிக்க வச்சு அவரை இதாக்கி விட்டுறாங்க. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാഷേ, എനിക്കതിലെ പ്രയാസമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാ? அவங்களுக்கு இப்படி குடிக்க வைக்கிறது பிடிக்கல. പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു പിടിവാശി ഉണ്ടോ? എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്നാ? എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ? എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയടോ നീലകണ്ഠ? തന്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് തനിക്കറിയോ? അറിയില്ല. അറിയണമെങ്കിൽ ദാ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം. പൊറുക്കണം. ഉള്ളിലെ വേദന എല്ലാം കൂടെ പുറത്തു വന്നപ്പോ കണ്ണു കണ്ടില്ല. പൊറുക്കണം. മാഷേ, ആശ്വസിപ്പിക്കാൻ പറയണ്ട. നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. ഹൃദയമില്ലാത്തവനാ, ദുഷ്ടനാ. പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എന്റെ ഉള്ളിൽ വീണ് പൊള്ളുന്നുണ്ട്. അതെനിക്ക് നെഞ്ചു കയറി കാണിച്ചു തരാൻ കഴിയില്ല. കുറ്റമേറ്റു പറഞ്ഞും പ്രായച്ചിത്തം ചെയ്തും അനുഭവമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പറയൂ. ഞാൻ എന്ത് വേണം പറയൂ മാഷേ. ഈ മുഖത്ത് നോക്കി ദേഷ്യം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര. மன்னிப்பு கேட்கறாரோ? போடு. மாப்புனாலே சாரி தான். மாப்பு நல்குணா மன்னிப்பு கொடுங்க. நல்குணா கொடுங்க தானே. இல்ல வீண் இங்க டான்ஸ் ஆடுறாரு. அங்க வீடு ஜப்தி பண்ண வந்திருக்காங்க. ஐயா வாங்க. அவங்க ரொம்ப கோவப்படுறாங்கன்னு நினைக்கிறேன். இப்போ வந்து பார்த்தாங்கன்னா சிச்சுவேஷன் வேற மாதிரி ஆயிடுதுண்ணே. இவங்க அப்பாவை ஃபோர்ஸ் பண்ணி டான்ஸ் பண்ண வச்சிருவாங்க. இதேதான் என்ன ஆட வச்சது இல்லாமல் குடிச்சிட்டு இப்போ எங்கள் அப்பாவை ஆட வச்சுட்டிங்கிற மாதிரி ஆகிடும். அச்சோ வேட்டி வேற அவ்வளோ போச்சு போச்சு. சிரிக்கிறானுங்க வேற அவனுங்க. ஆஹா, இவங்களுக்கு எப்போ பார்த்தாலும் ராங் சிங்க். இல்லைம்மா, ஒரு தப்பா புரிஞ்சிக்காதீங்க. அது இந்த சுச்சுவேஷனில் யார் வந்து பார்த்தாலும் அப்படிதான் போகணும். ஏன்னா நீ ஒன்றும் அவ்வளோ நல்லவன் கிடையாது. இப்போதான் நீ மன்னிப்பு கேட்டு இருக்க.
ജപ്തി ചെയ്ത് ഇറക്കി വിടുകന്നൊക്കെ പറഞ്ഞാല് ഓരോരുത്തർ പറയണ കേട്ടിട്ടേ ഉള്ളൂ. ബന്ധത്തിൽപ്പെട്ട ഒരു കൂട്ടർക്ക് തന്നെ ആ ഗതി വന്നു ഓർക്കുമ്പോ അപ്പുവേട്ടന്റെ ദുശീലം കൊണ്ട് തന്നെ പറ്റിയതല്ലേ, ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാസേട്ടാ, ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ? മനുഷ്യരായാല് ഡാൻസ് പഠിച്ചിട്ട് പേരെടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് പറഞ്ഞതല്ല. പുരാണം പറഞ്ഞിരുന്നിട്ട് എന്താ, ഉറക്കം വരണം. വിരിച്ചിട്ടുണ്ട്, വാസേട്ടൻ കിടന്നോളൂ. പിന്നെ വേറെ വീട്ടിൽ വന്നിരിക്കാங்களா அவங்க? വിവരമൊന്നും അറിയാണ്ട് வேற யார் வீட்டுக்கு வந்திருக்காங்க நீங்க? இவங்க relatives. ആ ചായപ്പില് പായും തലോണയും കാണും. അവിടെ കിടന്നോളൂ രണ്ടുപേരും. ഇറങ്ങിപ്പോയാലോ ഭാനുവച്ചേ? ഈ കുത്തിയുള്ള വർത്താനം സഹിച്ചില്ല. സഹിച്ചേ പറ്റുമോളെ, നമ്മൾ രണ്ട് പെൺകുട്ടികളായി പോയില്ലേ? വേണ്ട, ഒന്നും പറയണ്ട. കുറെ കണ്ണൂടിയന്മാരുടെ നടുവില് സുബോധമില്ലാതെ ഒരു കോമാളിയെ എന്റെ അച്ഛനെ കണ്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. നാണക്കേടുണ്ട്. എന്താ എന്റെ അച്ഛൻ ഇങ്ങനെ ആയി പോയത്? വേണ്ട, കരഞ്ഞ ആളുകളെ ഉണർത്തണ്ട. എന്തോ ഔദാര്യത്തിന്റെ പേരില് ചാരിക്കുണ്ടില് നായ്ക്കളെ പോലെ കഴിയണം ഇവിടെ. രാത്രി ഇങ്ങനെ ഇറക്കി വിട്ട പോകാൻ ഇടമില്ല. ഓർത്തോളൂ. ആ നാണയമേന്ന് വരുന്നവരും സംശയ. അത് കഴുകി കഴിഞ്ഞാ നീ ഇതൊന്നും നനച്ചിട്ടേക്ക് ശാരദേ. വേണ്ട ഭാനുവച്ചേ, അവിടെ ഇട്ടേക്കൂ, ഞാൻ നനച്ചോളാം. സാരില്ല മോളെ. ഇവരെയാ വന്നിരിക്കീங்க? അറിഞ്ഞത് അപ്പൊ തന്നെ നീലൻ അയക്കായിരുന്നു. എന്താ വേണ്ടേന്ന് വെച്ചാ ചെയ്യാ. മാഷയും മക്കളെയും കഴിയുമെങ്കിൽ ഈ വണ്ടി തന്നെ വിളിച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണ്ട, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ലെന്ന് വെച്ചാ നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ. നിർബന്ധിക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ മോളെ. അങ്ങനെ വിളിക്കാലോ. തെമ്മാടിത്തം ഇത്രയേറെ കയ്യിലുണ്ട്. എന്നാലും നീല ഹൃദയമുള്ളവനാ. ആരെക്കാളും കൂടുതൽ ആ ഉള്ളു കണ്ട ഒരാളായതുകൊണ്ട് പറയാ. അയാൾക്ക് മനസ്താപണ്ടേ, പുറത്തു കാട്ടാൻ അറിയില്ല. അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങാം മാഷേ. മറിച്ച് തോന്നുന്നൊരു സമയം മടിക്കണ്ട. പഠിപ്പര തുറന്ന് തന്നെ കിടക്കും. இங்க இந்த வீட்டுல இருக்க ஆள் சரியில்லைன்னு ஏற்கனவே அவன் தங்கச்சி கம்ப்ளைண்ட் பண்ணிட்டு இருந்தா. വന്നു അല്ലേ ഊരി തണ്ടി? തമ്പുരാനെ, ഇടോ പെരിങ്ങോടോ, താൻ എവിടെ ആയിരുന്നടോ? വടക്കോട്ടൊരു യാത്ര. വഴിക്കൊരു സായിപ്പിനെ കൂടെ കിട്ടി. മൂപ്പർക്ക് ഇടയ്ക്ക് പഠിക്കണത്രേ. ജർമ്മനിലേക്ക് കൂടെ കൊണ്ടുപോവാന്ന് വരെയായി. അത് നമുക്ക് പറ്റില്ലല്ലോ. സായിപ്പിനോട് സലാം പറഞ്ഞു. ചിലർ തന്നോട്ടോ വിളിക്കാൻ. അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പോഴാ കള്ളകൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത്. 2 ദിവസം ഗുരുവായൂർ കിടന്നു. പിന്നെ സായിപ്പ് തന്നത് തീർന്നു കാണും അല്ലേ? അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ. ആ തള്ള ഒരുത്തി ഒറ്റയ്ക്ക് കഴിയല്ലേ? അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ? അസുഖമൊന്നുമില്ല, ഒന്ന് പോണം. വാര്യരോട് പറഞ്ഞ് ഞാനൊരു മണി ഓർഡർ അയച്ചിരുന്നു, കിട്ടിയിട്ടുണ്ടാവും. സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ. നന്ദിയുള്ള കൂട്ടത്തിലാ. ചെല്ലേ, കഥകളൊക്കെ വയറ്റി വല്ലം ചെന്നിട്ടാ. ആദ്യം വിസ്തരിച്ചൊരു കുളി, പിന്നെ നന്നായിട്ടൊരു ഊണ്. ഇരിപ്പില്ലേ, കാണാതിരിക്കില്ല. ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ? എവിടെ, എന്നെ കാണുമ്പോ മേടിച്ച് 2 തട്ട് അത്രേ ഉണ്ടാവുള്ളൂ. തുടക്കട്ട് വെക്ക, ഒന്നും മുഴുമിപ്പിക്കില്ല. അതല്ലേ പ്രകൃതം. താൻ ഈ ചുറ്റലൊക്കെ മതിയാക്കി കുറച്ചു ദിവസം സ്വസ്ഥമായിട്ട് വിട്ടിരുന്ന ഞാൻ പ്രാക്ടീസ് തുടങ്ങാം. ആഗ്രഹില്ലാഞ്ഞിട്ടല്ല, തന്റെ കൂടെ കഴിയാന്ന് പറഞ്ഞാല് എനിക്കും പലതും പഠിക്കാനുള്ള അവസര. പക്ഷേ മനസ്സ് സമ്മതിക്കണ്ടേ? ഈ അലച്ചില് അത് നിർത്താൻ വയ്യടോ. ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ. തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരിടക്കയും. അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക്. കൂടില്ല കൂട്ടില്ല, പരമസുഖം. താനൊന്ന് പെരുക്കണത് കേൾക്കാൻ കൊതിയായി പോകണം. கொதினா என்னது இது கிரேவ் ஆகுதுல ரொம்ப இப்படி ஏக்கம் பிடிக்கிறார் அந்த மாதிரியா? ஏக்கம்லாம் இல்ல, ஒரு மாதிரி ஒரு ஆசை வந்து இன்ட்ரெஸ்ட் ஆயிடும்ல அப்படி. யார் அது? மியூசிக் போட்ட மட்டும் இவர் வந்துட்டு அவரோட காமிங் பாயிண்ட். മേളത്തിരി ദൂരേന്ന് കേട്ടു. പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം. അപ്പോ ജീവനോട് ഉണ്ടല്ലേ? ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര. എന്തായി വാര്യ? ഇല്ല, വരില്ലാന്ന് ഭാനുമതിയാ പറഞ്ഞ്. ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തിലാ. എന്താ ചെയ്യാ, നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ. ഇനി അത് ഓർത്ത് പ്രയാസപ്പെടണ്ട. പ്രയാസോ? ആർക്ക്? എന്തിന്? എന്റെ ആരാണ് അവര് പ്രയാസപ്പെടാൻ? സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം 3 ആവുന്നു. നീലാണ്ടൻ ഇളകിയോ? നീലാണ്ടൻ കുലുങ്ങണെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും കേട്ടോ. കോന്തന്മാര് മതി മതി, ഇനി അതുമ്മ പിടിച്ച് തൂങ്ങണ്ട. ആരുടെ ചേച്ചി കത്ത്? പണിക്കർ സാറിന്റെ. ഇത് മാരാത്ത പിള്ളേരുടെ കയ്യിലെങ്ങാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ. ചേച്ചിയുടെ തീരുമാനം? ഇല്ല മോളെ, ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല. നീ ചെല്ലു. ലീല എവിടെ? ഉറങ്ങ. വിളിക്കണ്ട, നീ പോയി ചോറെടുത്ത് വെക്ക്. ரைட்டு, இங்கே ஏதோ சம்பவம் நடக்க போகுது. இப்படித்தான் நினைக்கிறேன். கடவுளே, ധൈര്യം എന്തേലുണ്ട്? പുറത്തെടുക്കാൻ അവസരം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാലോ?
നീ പ്രസംഗിക്കുന്നു വേണ്ട. ദേഹത്തൊന്ന് മുട്ടി ഒരുമി കൊഞ്ചിക്കുഴയും വന്നാലേ ഞാനൊരു പുരുഷനാ. പുരുഷനോ? എനിക്ക് ആ വാക്ക് പറയാൻ അർഹതയുണ്ടോ? ഇറങ്ങിക്കോടാ എന്റെ വീട്ടിൽ നിന്ന്. இதுவே யாருப்பா பைத்தியம் എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടാവും. ആട്ടക്കാരിയല്ലേ, പുരുഷന് മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും. നിർത്തടി, മതി. ഇനിയത്തെ കുട്ടികളെ ദുഷ്ടത്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞാലേ ഞാൻ. ഭാനു, കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. அவசரம் கேட்காம இவ்வளோ வந்து திட்டிட்டு இருக்காங்க. ஸோ வந்துட்டாங்களா இங்க நீலகண்ட வீட்டுக்கு? அப்படிதான் நினைக்கிறேன். അച്ഛാ, വാ മോളെ. ഇല്ല അച്ഛാ, എനിക്ക് കഴിയില്ല. ഭാനു, വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിർത്തിയുള്ളൂ. അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം. പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല. അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛന് ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. വാ മോളെ. அவங்களுக்கு ரொம்ப ஈகோ ஹர்ட் ஆகுது. അച്ഛനാ പറയുന്നേ. ஏன்னா பாதிக்கப்பட்டது அவங்க தான். വരിക. ദാ ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയ എന്നെ വിളിക്കാൻ മറക്കരുത്. വരെ കുട്ടികളെ, എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ സംഭാരോ? ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ. പിന്നെ ഞാൻ എന്തിനാ? ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ. குக் பண்றவங்க. நான் மம்மி நினைச்சேன். തറവാട്ട് മഹിമയും പാരമ്പര്യവും എനിക്ക് വലിയ കാര്യമല്ല. എന്റെ മകളെ പട്ടിണിക്കിടാതെ നോക്കുന്ന ഒരുത്തരാവണം, അത്രേ ഉള്ളൂ. എന്താ ഇപ്പൊ പൊറുതി മംഗലശ്ശേരിയിലാണെന്ന് കേട്ടു. നീലാണ്ടൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ? ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം. മുണ്ടക്കൽ ശേഖരന് താല്പര്യമുണ്ട്. ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ ഉറുപ്പി തന്നെയാ. ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാ ആ കുട്ടിക്ക് ഒരു ആലോചന കൊണ്ടുവരാൻ എങ്ങനെയാ പക്ഷെ എനിക്ക് കഴിയാ. போச்சு, இவங்களுக்காக போய் ஃபைட் பண்ண போறாரா? அவன் சும்மா இருந்தாலும் அவன் கூட இருக்க 4 பேர் இருக்கானுங்களே, அவனுங்களாலதான் பஞ்சாயத்து நடந்துட்டு இருக்குன்னு எனக்கு தோணுது. இது வரைக்கும் நடந்த சம்பவத்துல நம்ம பார்த்த வரைக்கும் அந்த 4 பேரால தான் நடந்துட்டு இருக்கு. சரி சரியில்லை. எனக்கு தெரிஞ்சு ஒரு நல்லவர் தான் நினைக்கிறேன். அந்த கொலை நடந்தது இல்ல, அதுவும் அந்த 4 பேரால தான். அதனாலதான் அந்த வீடு வைக்க வேண்டி வந்தது. ரேவதி டான்ஸ் ஆட வச்சுட்டு அந்த 4 பேர் தான். ஆமா, எனக்கு எங்க போய் நிறுத்த போறான்னு மட்டும் பாரு. போடு. சண்டெல்லாம் இன்னொரு சண்டை போலவா? தானே கடை அப்படியே கீழே விழுது. கிட்டிக்கிட்டு கிட்டிக்கிறாரு. മനസ്സില്ലെങ്കില് റോട്ടി കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയുന്നു. പറയും. അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ. புது எஸ்ஐயோ? ശേഖറിന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഇനിയും വേഷം കെട്ടെടുത്താ അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. ஒரு காரு, ஒரு வீடு, கொஞ்சம் காசு, ஒரே அளப்புற பண்றாரு. ஸ்டண்ட் மாஸ்டர் என்ன சொன்னார்னா, അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതം. மோகன்லால் கூட ஒர்க் பண்றது ரொம்ப ஈஸியா இருக்கும். എന്റെ സ്വഭാവം ஸ்டண்ட்ல மட்டும் പ്രസിദ്ധാണല്ലോ. ஒரு பயங்கரமா ஸ்டண்ட் பண்ணுவாராம். ஓ, ദൈവനിശ്ചയായിരിക്കും. മാഷ് വിഷമിക്കരുത്. ഇനി ഒരുത്തനും 7 കരയിൽ വാ തുറക്കില്ല. 1000 കുടത്തിന്റെ വായടയ്ക്കാം, എന്നാൽ ഒരാളുടെ അടയ്ക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം. അത് എനിക്ക് വിട്ടേക്കൂ. മാഷ് അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട. പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട. അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ. കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. இன்டெரக்டா சொல்லிட்டு போறா. എഴുത്തച്ഛനെ അമ്മ അയച്ചതാ. കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അയച്ചിരിക്കുന്നത്. കാണണമെന്ന് കലശലായ മോഹമുണ്ട്. அவங்க எங்க இருக்காங்க? പൊയ്ക്കോളൂ. വല്യെന്നറിഞ്ഞ മനോവിഷമം ഉണ്ടാവും. മനോവിഷമം ഉണ്ടാവണ്ട. വരണുണ്ട്. നടന്നോളൂ. ഞാൻ ம்ஹும். പറയാം. பார்க்கப்படுறாரு. എന്റെ ശിവനെ കാണാതെ വരുതാൻ. കാണാൻ മാത്രല്ലടോ, കൂട്ടിക്കൊണ്ടുവരാൻ കൂടാ പോണ. എന്താ ഞാൻ ഈ കേക്കണേ? അമ്മ വേണം. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയെ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരിക്കലും അപ്പാ. പറയില്ലല്ലോ. പിന്നെ കൂടെ പൊറുക്കാൻ കരളുറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ 4 ആൾ അറിയെ വിളിച്ചോണ്ട് വരണം. ഈ പെണ്ണ് പിടിയൻ പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ. എനിക്കിനി മരിച്ചാ മതി. അരുതാത്തത് പറയാടോ. മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. ആ നിഷേധിനി പടി കയറ്റരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ?
അവളുടെ ഒരു ആഗ്രഹമാണ്, അതിനെതിരെ നിൽക്കാൻ തോന്നണില്ല. മോനെ അവളൊന്ന് എങ്ങനെ പറഞ്ഞു ഓപ്പോളിന്റെ വയറ്റിൽ ஓ இது வந்து புனித ஸ்தலமா? அப்படிதான் சொல்லிக்கிறேன். அவங்களுக்கு டென்ஷன் ஆகுது. അപ്പുറത്തെ ஓ இவங்க தான் உங்க மம்மியா? ஆமா, பாட்டு பாடுறப்ப பார்த்தோம்ல நம்ம எங்க வருஷன்ல. எஸ். அந்த சாம்பம் அவங்ககிட்ட திருந்திட்டாரோ தெரியல எங்க இருந்து இது மாறினாருன்னு. ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത്? എന്താ അമ്മ ഇങ്ങനെ? അല്ല, ഒരുപാട് തിരക്കുള്ള ആളല്ലേ. സോമനസാലെ നീ വരില്ലെന്നറിയായിരുന്നു. അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതാ ഞാൻ ആളെ വിട്ടത്. മരുന്നൊക്കെ? മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയോ? ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും. ജീവിക്കണമെന്ന് മോഹം ഇല്ലാത്തോണ്ട് ഞാൻ അതൊക്കെ നിർത്തി. ഗുണദോഷിക്കല്ല, അതുകൊണ്ട് കാര്യമില്ലെന്നറിയാം. ഒരപേക്ഷയുണ്ട്, അത് കേൾക്കണം. നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും കൊണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട്. മംഗലശ്ശേരി മാധവ മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. മനഃപൂർവ്വം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ ഡാഡി ഞാനൊന്നും ചെയ്യുന്നില്ല. ഡാഡി ഇറങ്ങിട്ടാണ് பெருத்தாங்களா? ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത്. എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ? നിനക്ക് കഴിയണം സ്വയം മാറാൻ. അതല്ലെങ്കിൽ നീ സത്യം അറിയണം. என்ன സത്യം? അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. സത്യം? അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. ஐயோ അമ്മേ, എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ. നിന്റെ അച്ഛനല്ല അദ്ദേഹം. അമ്മേ, ഒച്ച വയ്ക്കണ്ട, என்னது இது? ശാന്തമായി കേട്ടോളൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോ എന്റെ വയറ്റിൽ നിനക്ക് 2 മാസത്തെ വളർച്ചയുണ്ടായിരുന്നു. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ്, അത് ആഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ എല്ലാ ആ നിമിഷം கல்யாணம் ஆகும்போதேவா? മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു. നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി. എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൂടെ കഴിഞ്ഞ 26 വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം என்னப்பா பெரிய ட்விஸ்டா இருக்கு. നീലകണ്ഠ, ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട് അനുഭവിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. നിന്റെ പാരമ്പര്യം പിഴച്ചു പെറ്റൊരു അമ്മയുടേതാണ് മോനെ. മോനെ നീല. ஐயோ, திருப்பி கூட்டிட்டு போலான்னு வந்தாலே. போச்சு. அவன் சாகிறதுக்கு முன்னாடி இந்த உண்மையை சொல்லுவீங்கன்னு சொல்லிட்டு கூப்பிட்டாங்கன்னு நினைக்கிறேன் எனக்கு தெரிஞ்சு. பட் அப்போ உண்மையானாப்பா அது சொல்லலை. நான் சொல்லலை. முடிஞ்சு வச்சிடலாம். ഞാനൊരു പിഴപ്പ് പറ്റവനാണല്ലേ? அவங்க அப்பா நடிச்சிட்டாரு. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ തീവണ്ടിപ്പാളത്തിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഭിക്ഷ കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിഡ്ഢിയായി. ദാനം കൊടുത്തു മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര്, എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് 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 വെറുപ്പാണ്. Thank you for watching part 2. நம்ம அடுத்த பாட்டுல சந்திப்போம். Bye. Bye bye.